ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ കേരള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. കൂടാതെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ആവശ്യത്തിനുള്ള ചിക്കൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ചെറിയ ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 വലിയ സ്പൂൺ കട്ടത്തൈര്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഒരു 35 മിനിറ്റ്സ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി ബിരിയാണി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് റൈസ് നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. ഇനി വാഷാക്കി എടുത്ത റൈസിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റെങ്കിലും കുതിരാൻ വെക്കുക. അടുത്തതായി റൈസ് കുക്ക് ചെയ്യാൻ ഒരു പാത്രം ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് 2 സ്പൂൺ നെയ്യ്, ആവശ്യത്തിനായുള്ള ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കുരുമുളക് എന്നിവ ഇട്ട് ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുതിരാൻ വെച്ച റൈസ് പതുക്കെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് റൈസ് എടുത്തോണ്ട് റൈസ് എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെ 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറിയ പീസ് ലെമൺ കട്ട് ചെയ്ത് അതിൻ്റെ ജ്യൂസും ചേർക്കുന്നുണ്ട്. പിന്നീട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് റൈസ് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യത്തിനുള്ള ഓണിയൻ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർത്ത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക. സവാള ഒരുപാട് ഫ്രൈ ആകാതെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും തന്നെ കോരിയെടുക്കാൻ നോക്കുക. ഇനി നമ്മൾ സവാള വറുത്തെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെ ആദ്യമേ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ബാലൻസ് എണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള പട്ടയും ബേ ലീഫും കൂടെ തന്നെ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന 2 വലിയ തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റുക. തക്കാളിയും കൂടി ചേർത്ത് ചെറുതായി വഴണ്ടു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വറുത്തു കോരി വെച്ചേക്കുന്ന സവാളയിൽ നിന്നും ദം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സവാള മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള സവാള ചെറുതായിട്ട് കൈകൊണ്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്നുകൂടി മിക്സ് ആക്കിയ ശേഷം ഒരു വലിയ സ്പൂൺ കട്ടത്തൈരും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക.
ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ആഡ് ചെയ്ത് വീണ്ടും നല്ലപോലെ മിക്സാക്കി വഴറ്റി എടുക്കുക. ഇനി നമ്മൾ ദം ചെയ്യാനാണ് പോകുന്നത്. ദം ചെയ്യാൻ വേണ്ടി സ്റ്റൗവിൽ ഒരു വലിയ പാത്രം വയ്ക്കുക, ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന റൈസിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തൊരു ലെയർ ആയിട്ട് ഇട്ട് വെക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് ദമ്മിന് വേണ്ടി മാറ്റി വെച്ച സവാള കുറച്ച് ആഡ് ചെയ്യുക. ശേഷം മല്ലിയിലയും പുതിനയിലയും കൂടെ ഒരു 2-3 ഡ്രോപ്സ് മാത്രം പൈനാപ്പിൾ എസൻസ് കൂടി ആഡ് ചെയ്യുക. പിന്നീട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ റോസ്റ്റ് ആഡ് ചെയ്യുക. വീണ്ടും ഇനി ഇതിന് മുകളിൽ ബാക്കിയുള്ള റൈസ് കൂടി ആഡ് ചെയ്ത് ടോപ്പിൽ വീണ്ടും ഫ്രൈഡ് ഒനിയനും മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്ത് അടപ്പ് വെച്ചൊരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമുക്കിവിടെ വളരെയധികം തന്നെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ഈ ഒരു സ്റ്റൈലിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ഗുഡ് ബൈ.